ചുരുക്കി പറഞ്ഞാൽ ഒരു സാരോപദേശം എനിക്ക് തരാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരുപക്ഷെ നിങ്ങളൊരു പ്രശസ്തിയൊന്നും നിങ്ങൾക്കില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, ആരും ഗവനിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, ചർച്ചിൽ ചെന്നാലും നമുക്ക് വലിയ വിലയൊന്നുമില്ല എന്നായിരിക്കും. പക്ഷെ ആ അസൈൻമെൻറ്റിൽ ആയിരിക്കുന്നതിൽ അതിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അതിനെ ഏറ്റവും വിലപ്പെട്ടതായി കാണുക, ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുക. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് തന്ന ഈ ഒരു അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളിൽ ചില ആളുകളൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിമിത്തം വല്ലാതെ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം. ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ അതോടൊപ്പം ആ വിഷയങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ കൂടെ അത് വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഒരു കോ സ്പോൺസറാണ് ന്യൂ ജേഴ്സിയിൽ നിന്ന് നീതു ആൻഡ് നിത്യ രഞ്ജിത്താണ്. താങ്ക് യു കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടുപേർക്കും നല്ല ആരോഗ്യമുണ്ടാകുവാൻ, ഇതുവിൻ്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് എമിഗ്രേഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം പദ്ധതി പ്രകാരം നടക്കുവാൻ, മാതാപിതാക്കൾക്ക് ദൈവിക ആരോഗ്യവും സമാധാനം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തുടർന്നുള്ള ആരാധനയിലേക്കും ആ സന്ദേശത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 26 ചൊവ്വാഴ്ച. Wow, something the Lord is going to do in your life. Focus word ഇന്നത്തേത് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ നോക്കുക. ഫോക്കസ് വേർഡ് ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഇൻക്രീസ്. വർധനവിലെ വിശ്വസ്തത. എല്ലാവരും ടൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഇൻക്രീസ്, വർധനവിലെ വിശ്വസ്തത. അതാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ വേർഡ്, അയ്യോ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ നോ നോ, യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോഴാണ് നിങ്ങളിത് അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, ഫോക്കസ് വേഴ്സ് നോക്കുക. ഹൂ എവർ ക്യാൻ ബി ട്രസ്റ്റഡ് വിത്ത് വെരി ലിറ്റിൽ ക്യാൻ ഓൾസോ ബി ട്രസ്റ്റഡ് വിത്ത് മച്ച്. ലൂക്ക് 16:10. ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 പറയുന്നത്, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. എപ്പോഴും നമ്മൾ പറയുന്നൊരു വചനം തന്നെയാണ്. എന്നാൽ ഈ മാസം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ. അസാധാരണമായ ഒരു വിശാലത ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം മുഴുവൻ ഞായറാഴ്ചയും എല്ലാ ദിവസങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശാലതയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ. വിശാലതയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, വിശാലതയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം, വിശാലതയ്ക്ക് വേണ്ടി നമ്മുടെ അകമെങ്ങനെ വിശാലമാകണം, ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മെയ് മാസത്തിൽ സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ മെയ് മാസം തീരുന്നതോടുകൂടി എക്സ്പാൻഷൻ തീരുന്നില്ല, എക്സ്പാൻഷൻ തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മെയ് മാസത്തിൽ വിശാലതയ്ക്കുള്ള ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ വലിയ വിശാലതകൾ ഉണ്ടാകാൻ ഈ ഒരുക്കം, അത് ഒരു ഹേതുവായി ദൈവം ഉപയോഗിക്കട്ടെ. ഡെക്ലറേഷൻ നോക്കുക. ഐ റിമെയിൻ ഫെയ്ത്ത്ഫുൾ ഇൻ എവറി സീസൺ ഗോഡ് എൻട്രസ്റ്റ് മീ വിത്ത് മോർ ഫോർ ഹിസ് ഗ്ലോറി. ഞാൻ എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും ദൈവത്തോട് വിശ്വസ്തനായിരിക്കും. ദൈവം തൻ്റെ മഹത്വത്തിനായി അധികത്തിന് എന്നെ വിചാരകനാക്കും അല്ലെങ്കിൽ വിചാരകയാക്കും. ആ രീതിയിലുള്ള ഏറ്റുപറച്ചിലുകൾ നടത്തുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നിങ്ങളുടെ ഡയറി തുറന്ന് ഈ റിബൺ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് വായിച്ച് ടിക്ക് ചെയ്യുക. ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഇൻക്രീസ്, വർധനവിലെ വിശ്വസ്തതയെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദയവായി ആ ഡയറിയിൽ തന്നെ കുറിച്ച് വയ്ക്കുക. ഡയറി ഇല്ലാത്തവർക്ക് ടൈപ്പ് ചെയ്യുകയോ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ലാപ്ടോപ്പിലൊക്കെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതുക. നമ്പർ 1, ഗോഡ് മെഷേഴ്സ് ഫെയ്ത്ത്ഫുൾനെസ് ബിഫോർ ഹി മെഷേഴ്സ് കപ്പാസിറ്റി. ഉൾക്കൊള്ളുവാനുള്ള അളവ് നോക്കുന്നതിന് മുൻപ്
വിശ്വസ്തതയുടെ അളവ് ദൈവം നോക്കുന്നു. എത്രത്തോളം വിശ്വസ്തതയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ എത്രത്തോളം നമുക്ക് സ്വീകരിക്കുവാൻ, പ്രാപിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ദൈവം നോക്കിയുള്ളൂ. ലൂക്കോസ് 16:10 ലൂക്കോസ് 16:10, 11, 12 3 വചനങ്ങൾ ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ച് ലെയറായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത്യല്പത്തിൽ വിശ്വസ്തരാകുക, ധനപരമായ കാര്യങ്ങൾ വിശ്വസ്തരാകുക, മറ്റൊരാളുടെ കാര്യങ്ങൾ വിശ്വസ്തരാകുക. ഇങ്ങനെ 3 തരത്തിലുള്ള വിശ്വസ്തത നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അവിടെ ജീസസ് ഡിഡ് നോട്ട് സേ ഹൂ എവർ ഹാസ് മച്ച്, ഒത്തിരി കൈവശമുള്ളവൻ എന്നല്ല കർത്താവ് പറഞ്ഞത്. ഹീ സെഡ് ഹൂ എവർ ക്യാൻ ബി ട്രസ്റ്റഡ്, ആരെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമോ എന്നാണ് പറഞ്ഞത്. ഒത്തിരി കൈവശമുള്ള ആളല്ല, പകരം ചിലപ്പോൾ അത്യല്പമായിരിക്കാം, വളരെ കുറച്ചേ കയ്യിൽ കാണും. വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതിൽ ഒരു സഭയോട് കർത്താവ് പറയുന്നത്, നിനക്ക് അല്പമേ ഉള്ളൂ, ആ ഉള്ളതങ്ങ് മുറുകെ പിടിച്ചു, അതിൽ നീ വിശ്വസ്തത കാണിക്കാൻ. ഓക്കെ, സോ ഇൻ ദ കിങ്ഡം ട്രസ്റ്റ് വർത്തിനെസ് മാറ്റേഴ്സ് മോർ ദാൻ സൈസ്. ദൈവരാജ്യത്തിൽ വലുപ്പത്തേക്കാൾ വിശ്വസനീയത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇംപ്രസ്ഡ് ആകുന്നത് വലുപ്പം കണ്ടിട്ടാണ്. എന്നാൽ വലുപ്പത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് ദൈവരാജ്യത്തിൽ ഉള്ള വിശ്വസനീയത, ട്രസ്റ്റ് വർത്തിനെസ്, ദൈവത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന സ്വഭാവം. 1 കൊരിന്ത്യർ 4:2 ആവർത്തിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൊരു വചനമാണ്. ദോസ് ഗിവൺ എ ട്രസ്റ്റ് മസ്റ്റ് പ്രൂവ് ഫെയ്ത്ത്ഫുൾ. എന്തെങ്കിലും ദൈവം കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാം വിശ്വസ്തരാകണം. ഗൃഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. മാത്യു 25:21, മത്തായി സുവിശേഷം 25:21, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഓബിച്വറി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തിനോട് ചേർന്നുള്ള ശുശ്രൂഷകൾ വീട്ടിലോ അല്ലെങ്കിൽ സെമിത്തേരിയിലോ ഒക്കെ നടക്കുന്ന സമയത്താണ്. ഇപ്പോൾ ഈ പ്രിയ സഹോദരൻ ദൈവസന്നിധിയിലെത്തി, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന വിളി ഇപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇതൊന്നുമല്ല ഇവിടെ കർത്താവ് പറയുന്ന ആ ഭാഗത്ത്. വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് പറയുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ, 2 കാര്യങ്ങളാണ്. ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ്. ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ്, അഥവാ നന്മ, വിശ്വസ്തത. ഇത് രണ്ടും, നന്മയും വിശ്വസ്തതയും, നന്മയും വിശ്വസ്തതയും. വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നവിടെ പറയുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറയുക, ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ ഇതായിരിക്കും. ദൈവം പറയുക നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു പ്രശംസ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്. പ്രോവർബ്സ് 28:20, സദൃശവാക്യങ്ങൾ 28:20, എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ ബി റിച്ച്ലി ബ്ലെസ്ഡ്. വിശ്വസ്തനായൊരു വ്യക്തി ധാരാളമായി, സമ്പന്നമായി അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തനായൊരു വ്യക്തി ധാരാളമായി അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്തും വിവിധ ഇനങ്ങളിൽ പഠിക്കുന്നതിന്, ക്വിസ് കോമ്പറ്റീഷന്, അതുപോലെ എസ്സേ റൈറ്റിംഗ്, പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള പലതിലും ഒത്തിരി പ്രൈസസ് ഒക്കെ കിട്ടുമായിരുന്നു. ചിലപ്പോൾ ബുക്സ് ആയിരിക്കും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ മെഡൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ മെമൻറ്റോ, ട്രോഫി, ക്യാഷ് അവാർഡ്, ഇങ്ങനെയൊക്കെ ഒത്തിരി കിട്ടുമായിരുന്നു. ഓരോ പ്രാവശ്യം അത് കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കിട്ടിയല്ലോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഈ കാലത്ത് അതൊന്നും അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എന്ത് നേടിയാലും ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാവരും ഒന്ന് നോക്കും, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതോടെ തീർന്നു. പിന്നെ നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുപോയി ആ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചാലായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കും. എന്നാൽ ഇതല്ല, ദൈവത്തിൽ നിന്നും ഒരു പ്രശംസ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്
ഇറ്റേണിറ്റി മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ്. സോ ഗോഡ് വാച്ചസ് ഹൗ വി ഹാൻഡിൽ സ്മോൾ ഓപ്പർച്യൂണിറ്റീസ്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മളെങ്ങനെ വിശ്വസ്തരാകും. കൊച്ചു കൊച്ചു അവസരങ്ങൾ നമുക്ക് തന്നു നോക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യമായി വചനം ശുശ്രൂഷിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞ സമയത്ത് ചർച്ചിലെ ദൈവദാസൻ, എനിക്ക് ഒന്ന് സ്ഥലത്തില്ലാത്ത സമയത്താണ്, ഏതോ ഒരു അവസരത്തിൽ സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്ത് വായിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ച് 2 വാക്ക്. ഇതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസരം കിട്ടുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ കാര്യം പറയും. അതിനുശേഷം സ്ഥലത്തില്ലാതിരുന്ന ദിവസം അന്നത്തെ വചന സന്ദേശം കൊടുക്കാൻ പറയും. അപ്പോൾ അന്നത്തെ വചന സന്ദേശം പ്രാർത്ഥിച്ചൊരുങ്ങി അന്നത്തെ വചന സന്ദേശം കൊടുത്തു. ഇങ്ങനെ കൊച്ചു കൊച്ചു അവസരങ്ങൾ, അതിൽ വിശ്വസ്തരായാൽ മാത്രമേ അടുത്തതിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ വിശ്വസ്തത തെളിയിക്കേണ്ട പല കാര്യങ്ങൾ പറയണം. ഒന്ന് ഞാൻ പറഞ്ഞു, സ്മോൾ ഓപ്പർച്യൂണിറ്റീസ്. കൊച്ചു കൊച്ചു അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് എടുക്കുന്നു, അല്ലേ, ഒരു ബൈബിൾ സ്റ്റഡി, അല്ലെങ്കിൽ ഒരാളുടെ സുവിശേഷം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ വിശ്വസ്തരാണോ? ക്വയറ്റ് സീസൺസ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്വയറ്റ് സീസൺസിലൂടെ പോയിട്ടുണ്ടോ? വളരെ ശാന്തമായ ചില കാലഘട്ടങ്ങൾ, ചിലപ്പം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ, നത്തിങ് സ്പെഷ്യൽ, നത്തിങ് ഇമ്പോർട്ടൻറ്റ്, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് അനേക പ്രാവശ്യം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ജീവിക്കും. അവിടെ നമ്മൾ വിശ്വസ്തരാണോ? പ്രാർത്ഥിക്കുന്നതിൽ, വചനം വായിക്കുന്നതിൽ, ബാക്കി കാര്യങ്ങളിലൊക്കെ വിശ്വസ്തരാണോ? ലിമിറ്റഡ് റിസോഴ്സസ്. അടുത്തൊരു കാലഘട്ടമാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ കാശില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള വിഭവശേഷിയില്ല. മറ്റൊന്നാണ് ഹിഡൻ റെസ്പോൺസിബിലിറ്റീസ്. ആരും കാണുന്നില്ല, കാണാമറയത്തുള്ള ഉത്തരവാദിത്തങ്ങൾ. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും കൊള്ളാം ബ്രദറെ, കൊള്ളാം സിസ്റ്ററെ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. പക്ഷെ അതില്ല, കാണാമറയത്ത് പലതും ചെയ്യുമ്പോൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, തുടക്കകാലത്തൊക്കെ ഞാനിങ്ങനെ വചനമൊന്നും ഒത്തിരി സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷേ ആകെ അറിയാവുന്നത് വചനം പ്രസംഗിക്കാൻ അറിയാവുന്നവരെ സിറ്റിയിൽ കൊണ്ടുവരിക, അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. അപ്പം അതിനൊക്കെ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് വലിയ ശുശ്രൂഷയുള്ളവരെ ബുക്ക് ചെയ്ത്, മീറ്റിംഗ് അറേഞ്ച് ചെയ്ത്, കോർഡിനേറ്റ് ചെയ്ത്, തലേ ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്ന് പോസ്റ്ററുകൾ വയ്ക്കുക, ബോർഡ് വയ്ക്കുക, ബാനർ കെട്ടിത്തൂക്കുക, നോട്ടീസ് കൊടുക്കുക. ഇതെല്ലാത്തിനും വേണ്ടി ഇതൊന്നും ആരും അറിയുന്നില്ല. ആരാ ചെയ്യുന്നത്? എങ്ങനെയാണ് അറിയുന്നത്? രാത്രി പാതിരായ്ക്കൊക്കെയാണ് പോയി ചെയ്യുന്നത്. ഒരാളും ഈ പോസ്റ്റർ വെച്ചതാരാണെന്നോ അല്ലെങ്കിൽ ബാനർ കെട്ടിയതാരാണോ ഒരാളും അറിയാൻ പോകുന്നില്ല. ആരും പ്രശംസിക്കാനില്ല, അഭിനന്ദിക്കാനില്ല, ആരും റിവാർഡ് തരാനില്ല, ഒന്നുമില്ല. ഹിഡൻ റെസ്പോൺസിബിലിറ്റീസ്. ഒരിക്കലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരാൾ പോലും കാണുന്നില്ല. അവിടെ നമ്മൾ വിശ്വസ്തരാണ്. ഇതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. നമ്പർ 2, സ്മോൾ തിങ്സ് ഓഫ്റ്റൻ പ്രിപ്പയർ ഗ്രേറ്റ് തിങ്സ്. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഡേവിഡ് വാസ് ഫെയ്ത്ത്ഫുൾ വിത്ത് ഷീപ്പ് ബിഫോർ റൂളിങ് എ നേഷൻ. ഒരു വലിയ രാഷ്ട്രത്തെ ഭരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഭരണം ആടുകളുടെ മേലുള്ള ഭരണമായിരുന്നു, ആടുകളെ മേയ്ക്കലായിരുന്നു. അതിൽ വിശ്വസ്തനായപ്പോഴാണ് രാജ്യത്തിൻ്റെ ഭരണം തന്നെ ദൈവം ഏൽപ്പിച്ചത്. ആടുകളുടെ കാര്യത്തിൽ താൻ തന്നെ പറയുന്നുണ്ട്, ഈ ഒന്നും കരടി വരുമ്പോൾ അല്ലെങ്കിൽ സിംഹം വരുമ്പോൾ, ഈ ആടുകളെ കടിച്ചു കീറാൻ വേണ്ടി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചാടി വീണ് ആ സിംഹത്തെ, കരടിയെ കീറി അതിനെ കൊന്നു, എന്നിട്ട് ആടിനെ രക്ഷിച്ചു. ഇതാണ് യേശുവും ചെയ്തത്. സോ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തരാകുമ്പോൾ, നമ്മുടെ കഴിവ് തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വസ്ത തെളിയിക്കുമ്പോഴാണ് ദൈവം അടുത്ത പടികളിലേക്ക് കൊണ്ടുപോകുന്നത്. ജോസഫിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം ആദ്യം ഒരു വീട് ഭരിച്ചു,
ഈ ഒരു വീട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൊത്തീഫറിൻ്റെ വീട്ടുകാര്യങ്ങൾ മുഴുവൻ താൻ നോക്കി നടത്തി. അപ്പോൾ അവിടെ പച്ചക്കറിക്ക് പച്ചക്കറി, നോൺ വെജിന് നോൺ വെജ്, മറ്റേ സെർവൻസിൻ്റെ കാര്യങ്ങൾ, മാഡത്തിൻ്റെ ഡ്രസ്സ്, വയലിലെ കാര്യങ്ങൾ, അതുപോലെ മൃഗങ്ങളുടെ കാര്യങ്ങൾ, ഈ കൃഷി, ഇതെല്ലാം അദ്ദേഹം നോക്കി 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 അതിൽ തെളിഞ്ഞ് വിശ്വസ്തനായി കഴിഞ്ഞപ്പോഴാണ് ജയിൽ ഭരണം കിട്ടിയത്. താൻ ജയിൽ പുള്ളിയായിട്ട് വീണു, പക്ഷെ അവിടുത്തെ സൂപ്പർവൈസറെ പോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ജയിലിലേത്, ഓരോ ജയിൽ പുള്ളിക്കുള്ള നമ്പറുണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ 68 ജയിൽ പുള്ളികൾ അവിടെ ഉണ്ടെങ്കിൽ ഓരോ നമ്പർ അനുസരിച്ച് ഓരോരുത്തരുടെ ബിഹേവിയർ നോക്കുക, വല്ലതും ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം ഭരിച്ച് നടത്തുന്ന അദ്ദേഹമാണ്. അപ്പോൾ ജയിൽ ഭരണം കഴിഞ്ഞു. ഇതിനെല്ലാം ശേഷമാണ് അദ്ദേഹത്തെ ഈജിപ്റ്റ് എന്ന രാജ്യത്തെ മുഴുവൻ ഭരിക്കാൻ, അവിടുത്തെ റവന്യൂ, അവിടുത്തെ ഹോം മിനിസ്ട്രി, അവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ, അവിടുത്തെ ഫൈനാൻസസ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് താനാണ്. ഇതെവിടെ നിന്നാണ് ട്രെയിനിങ് കിട്ടിയത്? ഒരു വീട്ടിൽ അടിമയായി ജോലി ചെയ്തപ്പോൾ പൊത്തീഫറിൻ്റെ വീട്ടിലെ അടിമവേല അത് കൃത്യമായി ചെയ്തതുകൊണ്ട് അടുത്തതിലേക്ക് ദൈവം കൊണ്ടുപോയി. സെഖര്യാവിൻ്റെ പുസ്തകം 4:10 ഡു നോട്ട് ഡെസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ ബിഗിനിങ്സ്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ നീ തുച്ഛീകരിക്കരുത്. ഒത്തിരി പേർക്ക് അങ്ങനെ വരാറുണ്ട്. കൂട്ടായ്മയിലൊക്കെ നല്ല റോള് കിട്ടിയില്ല, അല്ലെങ്കിൽ നല്ല പദവി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും എന്നെ ഇങ്ങനെയാണോ നിങ്ങൾ അപമാനിക്കുന്നത്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കയറി വരുമ്പോഴാണ് അങ്ങനെയുള്ളവരൊരിക്കലും മറിഞ്ഞു വീഴാതെ ദൈവം കാക്കും. സങ്കീർത്തനങ്ങൾ 78:72 ഡേവിഡ് ലെഡ് വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്കിൽഫുൾ ഹാൻഡ്സ്. ദാവീദിനെക്കുറിച്ച് പറയുന്നത്, ദാവീദ് വളരെ പരമാർത്ഥ ഹൃദയത്തോടെയും വളരെ നൈപുണ്യമുള്ള കരങ്ങളോടുകൂടെയും താൻ അവരെ നയിച്ചു. ഗോഡ് ഓഫ്റ്റൻ ട്രെയിൻസ് പ്രൈവറ്റ്ലി ബിഫോർ പ്രൊമോട്ടിങ് പബ്ലിക്കലി. പലപ്പോഴും ദൈവം സ്വകാര്യതയിൽ ആരും കാണാത്ത സ്ഥലങ്ങളിൽ ദൈവം പരിശീലിപ്പിച്ച് എന്നിട്ട് മാത്രമേ പരസ്യമായി അയാളെ ഉയർത്തുകയുള്ളൂ. മോശയെ മരുഭൂമിയിൽ ആരും കാണാത്ത സ്ഥലത്ത്, വെയിലത്ത്, ഉഷ്ണത്തിൽ, അതിഭയങ്കരമായ പ്രതികൂലങ്ങളുടെ നടുവിൽ, ആരും തന്നെ അറിയുന്നില്ല, ഒരു സാധാരണ ഇടയനായി മണലാരണ്യങ്ങളിൽ ഇങ്ങനെ നടക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തെയാണ് ഒരു രാജ്യത്തിൻ്റെ വിമോചകനായി, ഒരു രാഷ്ട്രത്തിൻ്റെ ലിബറേഷൻ മൂവ്മെൻറ്റിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാരോപദേശം എനിക്ക് തരാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു പക്ഷേ നിങ്ങളൊരു പ്രശസ്തിയൊന്നും നിങ്ങൾക്കില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, ആരും ഗവനിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, ചർച്ചിൽ ചെന്നാലും നമുക്ക് വലിയ വിലയൊന്നുമില്ല എന്നായിരിക്കും. പക്ഷെ ആ അസൈൻമെൻറ്റിൽ ആയിരിക്കുന്നതിൽ അതിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്, അതിനെ ഏറ്റവും വിലപ്പെട്ടതായി കാണുക, ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുക. നമ്പർ 3, ഇൻക്രീസ് റിക്വയർസ് ഗ്രേറ്റർ സ്റ്റുവാർഡ്ഷിപ്പ്. വർധനവിനാവശ്യം കൂടുതൽ നല്ല കാര്യവിചാരകത്വമാണ്. വർധനവ് എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും മോഹമുണ്ട് അകത്ത്. എന്നാൽ അതിനാവശ്യമുള്ളത് എന്താണ്? ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ മാനേജീരിയൽ എബിലിറ്റീസ് ആണ് ആവശ്യം. മോർ ഇൻഫ്ലുവൻസ് മീൻസ് മോർ റെസ്പോൺസിബിലിറ്റി. കൂടുതൽ സ്വാധീനം വേണം, കൂടുതൽ അധികാരം വേണം, കൂടുതൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ഉത്തരവാദിത്തം കിട്ടുന്നതാണ്. ഉത്തരവാദിത്തങ്ങളിൽ കയറി നമ്മൾ വരേണ്ടിയിരിക്കുന്നു. ഇൻക്രീസ് ടെസ്റ്റ് ക്യാരക്ടർ, ഡിസിപ്ലിൻ, പ്രയോറിറ്റീസ് ആൻഡ് ഹ്യൂമിലിറ്റി. അതായത് ഇൻക്രീസ് ടെസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. വർധനവിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? എന്തെല്ലാം പരിശോധിച്ചാലാണ് ഒരു വർധനവ് നമുക്ക് കിട്ടുന്നത്? ഒന്ന്, ക്യാരക്ടർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ നമ്മളുടെ സ്വഭാവ ഗുണം എന്താണ്? 2, ഡിസിപ്ലിൻ, വളരെ അച്ചടക്കമുണ്ട്, എന്നെ തന്നെ ഞാൻ നിയന്ത്രിക്കുന്നുണ്ട്, ഡിസിപ്ലിൻ. നമ്പർ 3, പ്രയോറിറ്റീസ്, വേണ്ടതിന് ശരിയായ മുൻഗണന കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം, മാതാപിതാക്കളുടെ സ്ഥാനം, ജീവിത പങ്കാളിക്ക് ആ സ്ഥാനം, കുട്ടികൾക്ക് ആ സ്ഥാനം, സിബ്ലിങ്സിന് ആ സ്ഥാനം. ദൈവത്തിന് കൊടുക്കേണ്ട വില ഒരിക്കലും മനുഷ്യന് കൊടുക്കരുത്, പണത്തിന് കൊടുക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള പ്രയോറിറ്റീസ് ജീവിതത്തിൽ കാത്ത് സൂക്ഷിക്കണം. കൊലോസ്യൻസ് 3:23 നമ്മൾ വായിക്കുന്നത്, വർക്ക് ഹോൾ ഹാർട്ടഡ്ലി ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി മുഴു ഹൃദയത്തോടെ പ്രവർത്തിപ്പിക്കും.
ഗ്രോത്ത് വിത്തൗട്ട് സ്റ്റുവർഡ്ഷിപ്പ് ലീഡ്സ് ടു ലോസ്. വളർച്ചയുണ്ട്, പക്ഷേ ശരിയായ രീതിയിൽ അത് മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കരമായ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കും. ഒരാൾക്കൊരു ചെറിയ വയലോ കൃഷിസ്ഥലമോ ഉണ്ടെന്നിരിക്കട്ടെ, വളരെ ചെറുത്, പക്ഷെ ഒരാഗ്രഹം, കുറച്ചുകൂടി നിലം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. പ്രാർത്ഥിച്ച് ദൈവം അയാൾക്ക് കൊടുക്കുകയാണ്, 3 ഏക്കർ കൊടുക്കുക. പക്ഷെ ഇവിടെ സംഭവമുണ്ട്, ഇത്രയും സ്ഥലം ഇനി ഇറിഗേറ്റ് ചെയ്യണം, ഇത്രയും സ്ഥലത്ത് ശ്രദ്ധ പതിപ്പിക്കണം, അത്രയും സ്ഥലത്ത് പ്രവർത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഇറിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, വലുതാക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് പരിപാടികൾ കൂട്ടണം. ഇതെല്ലാം ഭയങ്കരമായ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് മാറും. സോ എക്സ്പാൻഷൻ ഡിമാൻഡ്സ് മാനേജ്മെൻറ്റ്. വിശാലത വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യവിചാരകത്വം, അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യുന്ന കഴിവ് കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്പർ 4, ഫെയ്ത്ത്ഫുൾനെസ് കീപ്സ് ദ ഹാർട്ട് സ്റ്റേബിൾ ഡ്യൂറിങ് ഇൻക്രീസ്. വർധനവുണ്ടാകുന്ന സമയത്ത് വിശ്വസ്തത ഹൃദയത്തെ സ്ഥിരമാക്കുന്നു. അപ്പോൾ വർധനവുണ്ടാകുന്ന സമയത്ത് ഹൃദയം ഭയങ്കരമായി ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നശിക്കും. അവിടെ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ഗുണം നമുക്കുണ്ടായിരിക്കണം. ഇൻക്രീസ് ക്യാൻ ഐദർ ഡീപ്പൻ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ഓർ വീക്കൻ ഇറ്റ്. ഒരു വർധനവുണ്ടാകുന്ന സമയത്ത്, കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിക്കുന്ന സമയത്ത്, ഒന്നുകിൽ ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കാം, അല്ലെങ്കിൽ അതിനെ തീരെ ബലഹീനമാക്കാം. ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സോ ഇവിടെയാണ് നമുക്ക് ഭയങ്കരമായ ഹൃദയ താഴ്മ വേണ്ടത്. വർധനവുണ്ടാകുമ്പോൾ താഴ്മയുള്ള ഹൃദയവും അതോടൊപ്പം ഉണ്ടാകണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 11-14 നോക്കിയാൽ, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെ. ഡു നോട്ട് ഫോർഗെറ്റ് ദ ലോർഡ് വെൻ പ്രോസ്പെരിറ്റി കംസ്. ഇതിലെല്ലാം ഭയങ്കരമായ അനുഗ്രഹവും ബ്ലെസ്സിങ് വരുമ്പോൾ, ഐശ്വര്യമായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ, ഡു നോട്ട് ഫോർഗെറ്റ് ദ ലോർഡ്. കർത്താവിനെ മറക്കരുത്. കർത്താവ് തന്നെ പറയാം, നിങ്ങൾ എന്നെ മറന്നിട്ട് പൊക്കളയരുത്. ഞാനാണ് നിങ്ങൾക്കിതെല്ലാം കൃപ തന്നത്, ഞാനാണ് നിങ്ങളെ വളർത്തിയെടുക്കുന്നത്, ഞാനാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാൻ കഴിവ് തരുന്നത്, ഞാനാണ് ഇതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ആ സമയത്ത് ദൈവത്തെ മറന്നു കളയരുത്. സോ റിമെയിൻ ഗ്രൗണ്ടഡ് ആസ് ഗോഡ് എൻലാർജസ് യു. ദൈവം നിങ്ങൾക്ക് വിശാലത തരുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് ഗ്രൗണ്ടഡായിട്ട് നിലയുറപ്പിച്ച് വേണം നിൽക്കാൻ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കാച്ചിക്കുറുക്കി പറയുകയാണ്. ഇന്ന് വിശ്വസ്തത തെളിയിക്കുക എന്ന് വെച്ചാൽ, എന്ത് കാര്യമാണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ വിശ്വസ്തത കാണിക്കുക. നമ്മുടെ റോൾ എന്താണോ ആ കാര്യത്തിൽ. അടുത്തത് ട്രസ്റ്റ് വർത്തി. ബി ട്രസ്റ്റ് വർത്തി ഇൻ സ്മോൾ തിങ്സ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് വിശ്വസനീയനായ ഒരു ക്യാരക്ടറായിട്ട് മാറുക. ഓണർ ഗോഡ് ഇൻ ക്വയറ്റ് റെസ്പോൺസിബിലിറ്റീസ്. വളരെ ശാന്തതയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറക്കരുത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇതിനെല്ലാം കാരണം ദൈവം തുടർച്ചയായി ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദൈവം നമുക്ക് തന്നിട്ടുള്ള സ്റ്റുവർഡ്ഷിപ്പ് അതെത്ര വലുതാണ്. അതുപോലെ ഇൻക്രീസിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കം, അത് ഇൻക്രീസ് ഉണ്ടാകും. ദൈവം എന്നെ വർദ്ധിപ്പിക്കും, ദൈവം എന്നെ വിശാലമാക്കുമെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴേ വിശാലതയ്ക്കുള്ള സാധ്യതകളും ഒരുക്കങ്ങളും തുടങ്ങിയിരിക്കണം. വിശാലത വരുമ്പോൾ എന്ത് ചെയ്യണം? ബി ഹംബിൾ, ബി ഡിസിപ്ലിൻഡ്, ബി ഗ്രേറ്റ്ഫുൾ. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വളരെ താഴ്മ വേണം, വളരെയധികം അച്ചടക്ക സ്വഭാവം വേണം, അതുപോലെ വളരെ നന്ദിയുള്ളവരായിരിക്കും വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത്യല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിലും വിചാരകനാക്കാം. അധികം റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാം, കൂടുതൽ പണം ഏൽപ്പിക്കാം. ഒരു വീട് നന്നായിട്ട് നോക്കി, അങ്ങനെയെങ്കിൽ അടുത്തൊരു 5 വീട് കൊടുക്കാം. ഈ സമയത്ത് കൈനീട്ടാമോ? കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് ഇത് കേട്ട എല്ലാവർക്കുമായി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു വർധനവുണ്ടാകാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. എന്നാൽ ആ വർധനവ് ഉണ്ടാകുമ്പോൾ അതിൽ വിശ്വസ്തരാകാൻ അങ്ങ് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ഹെർണിയ എന്ന രോഗം ഉള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൈവയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ,
സൗഖ്യമാകട്ടെ. ഈ ആം പിറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഗ്രോത്ത് പോലെയുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കിഡ്നികൾക്ക് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവെ അങ്ങ് കൈനീട്ടി അനുഗ്രഹിച്ച് മുന്നിലേക്ക് നടത്തുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം, അവർ കൂടെ കാണട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.